കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരന് പിന്തുണയുമായി ചാണ്ടി ഉമ്മൻ എം.എൽ.എ. സുധാകരൻ സമർത്ഥമായി പാർട്ടിയെ നയിക്കുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റാൻ വി.ഡി. സതീശൻ ശ്രമിക്കുന്നതിനിടയിലാണ് ചാണ്ടി ഉമ്മൻ കെ സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പം കെ.പി.സി പ്രസിഡന്റ് വളരെ സമർത്ഥമായി പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, ഓരോ ദിവസവും പുറത്തു വരുന്ന പ്രതികരണങ്ങൾ വി.ഡി. സതീശനെ കൂടുതൽ വിഷമത്തിലാക്കുന്നതും സുധാകരന് കൂടുതൽ പിന്തുണ കിട്ടുന്നതുമാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കൂടി രംഗത്ത് വന്നിരിക്കുന്നത് സമർത്ഥമായി പാർട്ടിയെ നയിക്കുന്ന ആളാണ് കെ സുധാകരൻ എന്നാണ്. സമാനമായ പ്രസ്താവനകൾ, പിന്തുണകൾ വലിയ മുതിർന്ന നേതാക്കളടക്കം കഴിഞ്ഞ ദിവസം കെ മുരളീധരനായാലും ശശി തരൂരായാലും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹൈക്കമാൻഡിൻ്റെ പിന്തുണ കൂടി സുധാകരനായ സാഹചര്യത്തിൽ വി.ഡി. സതീശൻ കൂടുതൽ പരിങ്ങലാവുകയാണ്. അതുതന്നെയാണ് ഇന്ന് ചാണ്ടി ഉമ്മൻ്റെ വാക്കുകൾ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. സിബി, ഏതായാലും ചാണ്ടി ഉമ്മൻ കൂടി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഒരേ സമയം കെ സുധാകരനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ വി.ഡി. സതീശനെ തള്ളുക കൂടിയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സതീശൻ നടത്തിയ നീക്കങ്ങൾ കെ സുധാകരനെ ഒറ്റപ്പെടുത്തുക, കെ സുധാകരനെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക, ആ ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ വി.ഡി. സതീശൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഹൈക്കമാൻഡിൽ നിന്നും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ നിന്നും ഇപ്പോൾ യുവ നേതാക്കളിൽ നിന്നടക്കം വലിയ തരത്തിലുള്ള തിരിച്ചടി വി.ഡി. സതീശന് കിട്ടുന്നു. കെ സുധാകരനെ അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശനെ എതിർക്കുക എന്നുകൂടിയാണ്. സിബി, തീർച്ചയായും സിജു അങ്ങനെ തന്നെ കാരണം കെ സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെ സുധാകരനെ അത്യന്തം മാറ്റണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുകയും നിരവധി ദിവസങ്ങളായി അല്ലെങ്കിൽ നാളുകളായി കെ സുധാകരനെ മാറ്റാനുള്ള നീക്കം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഇതിന് വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസം AICC ഇടപെട്ടുകൊണ്ട് തന്നെ കെ സുധാകരൻ തന്നെ നയിക്കുമെന്ന് അറിയിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ കൂടുതൽ പിന്തുണയുമായി നേതാക്കന്മാർ എത്തുന്നു. ഇന്നിപ്പോൾ ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നത് കെ സുധാകരൻ വളരെ സമർത്ഥമായി പാർട്ടിയെ നയിക്കുകയാണ്, അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യമില്ല, അങ്ങനെ മാറ്റണോ വേണ്ടത് എന്നത് പാർട്ടി തീരുമാനിക്കട്ടെ, ഈ കാര്യത്തിൽ പരസ്യമായ പ്രതികരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വീണ്ടും വലിയ തിരിച്ചടി ലഭിക്കുന്നതാണ് ഈ യുവ നേതാവായ ചാണ്ടി ഉമ്മന്റെ കൂടി ഒരു പ്രതികരണം എന്ന് പറയുന്നത്. കെ സുധാകരന് തന്നെ തുടരട്ടെ എന്ന തീരുമാനം നേരത്തെയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കമല്ലാതെ എടുത്തിരുന്നു. AICC വി.ഡി. സതീശന് ശാസിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പരസ്യമായ പ്രതികരണം പാടില്ല എന്നുള്ള രീതിയിൽ വി.ഡി. സതീശന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു താക്കീത് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ സമയത്താണ് ചാണ്ടി ഉമ്മനെപ്പോലുള്ള ഈ യുവ നേതൃത്വവും കെ സുധാകരനെ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും വി.ഡി. സതീശൻ ഈ പാർട്ടിയിൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടിയാണ് ഇന്നിപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സിബി, ഇതിനകത്ത് നേരത്തെ ഈ വി.ഡി. സതീശൻ 18ാമത്തെ അടവാണ് പ്രയോഗിച്ചത്. ആരോഗ്യപരമായി നല്ല അവസ്ഥയിലല്ല കെ സുധാകരനെന്ന്. പക്ഷേ സുധാകരനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ നിമിഷം തന്നെ അദ്ദേഹം അത് വെട്ടുകയും ചെയ്തു. ആരാണ് പറഞ്ഞത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന്? തന്നെ കണ്ടാൽ തോന്നുന്നുണ്ടോ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് ചോദിക്കുകയും ചെയ്തു. വലിയ തരത്തിൽ സുധാകരനെ പരസ്യമായി തന്നെ പ്രതിസന്ധിയിലാക്കുന്നത്, സുധാകരനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പൊട്ടം കളിപ്പിച്ചിട്ടുണ്ട്. പല സാഹചര്യത്തിലും വാർത്താ സമ്മേളനങ്ങളിലടക്കം സുധാകരൻ്റെ മൈക്ക് തട്ടിമാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ കണ്ടതാണ്. അത് മുതൽ തുടങ്ങുന്നു സുധാകരനെ വെട്ടിയൊതുക്കാനുള്ള വി.ഡി. സതീശൻ്റെ ശ്രമങ്ങൾ. പരസ്യമായി തന്നെ ബോധ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് വലിയ തരത്തിൽ പരാതിയുമായി ഹൈക്കമാൻഡ് മുന്നിലേക്ക് എത്തുന്നു. ഹൈക്കമാൻഡ് ഒടുവിൽ തീരുമാനമെടുക്കുന്നു. പാർട്ടിക്ക് അനുസരിച്ച് നിൽക്കുക, സുധാകരനോടൊപ്പം നിൽക്കുക എന്ന നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ടും സതീശൻ അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു വലിയ നിര നേതാക്കൾ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെല്ലാം കെ സുധാകരന് പിന്നിൽ അണിനിരക്കുന്നു. അതിന് പിന്നാലെ ചാണ്ടി ഉമ്മനെ പോലെയുള്ള യുവ നേതാക്കളും അണിനിരക്കുമ്പോൾ വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നു, പരിങ്ങലിലാകുന്നത് വി.ഡി. സതീശൻ തന്നെയാണ്. സിജു, വി.ഡി. സതീശൻ ഈ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലായിടത്തും ആദ്യം താനൊരു ലീഡർ ആകാനുള്ള ശ്രമം വി.ഡി. സതീശന്റെ ഭാഗത്തുണ്ടായി. അതിന്റെ ഭാഗമായി നിരവധി ഇടങ്ങളിൽ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ പോലും ഫ്ലക്സുകൾ കൂടി മുട്ടിക്കുന്ന ഒരു സാഹചര്യം വി.ഡി. സതീശന്റെ അനുയായികൾ നടത്തി. മാത്രമല്ല
ഈ ഓരോ ജില്ലയിലും പ്രശ്നങ്ങൾ എല്ലാം തന്നെയും വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത ആളുകൾ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തി. ഇതെല്ലാം തന്നെയും കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുന്നു. ഇത് വലിയ പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പാർട്ടി തലത്തിൽ രണ്ട് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിലുള്ള ഈ തമ്മിലടി പാർട്ടിയെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സമയത്താണ് പിന്നീട് ഈ കെ സുധാകരന്റെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെ സുധാകരനെ വെട്ടി നിർത്താനുള്ള ശ്രമം വി ഡി സതീശന്റെ ഭാഗത്തും ആരംഭിച്ചത്. എന്തായാലും ഇതിന് വലിയൊരു തിരിച്ചടിയായി കഴിഞ്ഞ ദിവസം AICC ഇതിനെ ഇടപെടുകയും പാർട്ടിയുടെ തീരുമാനമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന, നേരത്തെ സിജി പറഞ്ഞ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെയും വലിയ പിന്തുണ ഇപ്പോൾ കെ സുധാകരൻ ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഇതിന് പിന്നാലെ യുവ നേതൃത്വത്തിന്റെ കൂടി പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് ചാണ്ടിയുമ്മനെ പോലുള്ള നേതാക്കന്മാരുടെ ഒരു പ്രസ്താവന കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് വളരെ സമർത്ഥമായി പാർട്ടിയെ നയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമെല്ലാം തന്നെയും മാധ്യമങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, നിങ്ങൾക്കാണ് അതിന് വിഷയം, പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് കൃത്യമായി വി ഡി സതീശന്റെ വാക്കുകളെ തീർത്തും ഇതിൽ നിരാകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഈ അദ്ദേഹത്തിന് മാറ്റം വേണ്ടതെന്ന് പാർട്ടി നയിക്കട്ടെ. ഇപ്പോൾ പാർട്ടി അദ്ദേഹം വളരെ സമർത്ഥമായി മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ സംബന്ധിച്ച് ഒരു യുവനിരയുടെ കൂടി ഒരു പിൻബലമില്ലാതെ പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് ഈ ചാണ്ടിയുമ്മന്റെ പ്രധാന